കടിച്ചത് പാമ്പാണെന്ന് നമ്മൾ സ്വീകരിച്ചില്ല. കാരണം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞത് എന്തോ കടിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പാമ്പാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞില്ല. പക്ഷെ അവൻ പറയുന്നുണ്ട് എന്തോ വലുതാണ് കാലി കയറി കടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പേടിച്ച് പറയുന്നതെന്നാണ് കരുതിയത്. അത് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ പേടിച്ചിട്ടായിരിക്കുമെന്ന് അറിയാൻ നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പാമ്പ് കയറാൻ ചാൻസുള്ള വീടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുള്ള വീടാണെന്ന് പറഞ്ഞു. അടച്ചുറപ്പില്ലാത്ത വീട് തന്നെയാണ്. പിന്നെ പാമ്പാണെന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കൊച്ചു പറയുന്നുണ്ട് കടിച്ചത് വലുതാണ്, എന്തോ വലിയ സാധനം കാലി കയറി എന്ന് പറയുന്നുണ്ട്. പിന്നെ തല ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, രണ്ടായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ശ്വാസം മുട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു. ആ സമയത്തൊന്നും അവർ കാര്യമായിട്ട് എടുത്തില്ല. പെട്ടെന്ന് അവൻ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ബ്ലഡ് എടുത്തപ്പോൾ സൂചി കൊണ്ടുവന്നു. ആ സമയം അത് കണ്ട് പേടിച്ചായിരുന്നു. അത് കണ്ട് പേടിച്ചതിന് ശേഷമാണ് റിയാക്ഷൻ ചെയ്ത് തുടങ്ങിയത്. പെട്ടെന്ന് വെപ്രളം കാര്യങ്ങളായി ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഛർദ്ദിച്ചതിന് ശേഷമാണ് അവന് കണക്ക് ബുദ്ധിമുട്ടുണ്ടായി, എന്തോ തൊണ്ടയിൽ ഇതാണെന്ന് പറഞ്ഞ് ഒരു കുറച്ച് സെക്കൻഡുകളെ സംസാരിച്ചുള്ള തൊണ്ടയിൽ നിന്ന്. ഞാനിപ്പോൾ തന്നെ സംസാരം നിന്ന് പിന്നെ തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് കഫം വന്ന് തൊണ്ടയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പോലും അവർ നോക്കിയിട്ടില്ല. റിയാക്ഷൻ കാണിച്ചു തുടങ്ങിയാൽ പോലും എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ എത്ര നേരം എടുത്തു കാണും? അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് എടുത്ത് കാണും. മെഡിക്കൽ ഇവിടുന്ന് ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി 2-3 കിലോമീറ്റർ ആയപ്പോൾ തന്നെ അനക്കമില്ലാതായിരുന്നു നമ്മൾ. കാരണം അവരവിടെ വെച്ച് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആംബുലൻസിൽ ഓക്സിജൻ കൊടുത്ത് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അത് വെച്ച് ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ അനക്കമില്ലാണ്ടായി.